ഈ മാസവും നമുക്ക് ഇങ്ങനൊരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച കർത്താനദാസൻ ബാബു പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ കുഞ്ഞുങ്ങൾ, നമുക്ക് മിക്ക മാസവും അവർ കടന്നു വരാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ യൗവനക്കാർ കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരെല്ലാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് പ്രിയ ഷാരോൻ, ഒത്തിരി സന്തോഷമുണ്ട്. ലോകമെമ്പാടും ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് പോലും കേൾക്കുന്ന പാട്ടാണ് സ്വർഗീയ ശില്പിയെ. ഞങ്ങൾ എവിടെ ചെന്നാലും ഒരു കുഞ്ഞിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആ പാട്ടാണ് പാടുന്നത്. അപ്പോൾ കർത്താവ് ലോകത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രിയ കർത്താവിൻ്റെ പൈതൽ ഷാരോൻ, സന്തോഷ് പാസ്റ്റർ, കർത്താദാസൻ അരുൺ പാസ്റ്റർ, രാജു തോമസ് പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അമ്മമാരുടെ കണ്ണുനീരിൻ്റെ മറുപടിയെക്കുറിച്ച് കേട്ടല്ലോ. സ്തോത്രം. വെറുതെ അല്ല, വന്ന് ദൈവസന്ധി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്. ദൈവദാസന്മാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. മറ്റുള്ളവരെ കരുതിയാൽ അതിനൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വചനത്തിലേക്ക് കയറാം. സ്തോത്രം. ഞങ്ങൾ ബഹ്റിന് പോയപ്പോൾ അവിടെ കുറേ യൗവനക്കാർ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ അവിടെ ബഹ്റിൻ IPSലാണ് കൂടുന്നത്. പക്ഷെ അവരുടെ ഒരു ഏരിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏരിയ മീറ്റിംഗ് വെച്ച് ഞങ്ങളെവിടെ വിളിച്ചു. ഞങ്ങൾക്ക് നല്ല മനോഹരമായ ആഹാരമൊക്കെ തന്നു. അവർ ശക്തമായി ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ കടന്നു പോയിരുന്നു. ചില വിഷയത്തിന്മേൽ അവർ ഭാരപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഖത്തറിൽ ചെന്നപ്പോൾ, സ്തോത്രം, കർത്താവിൻ്റെ ദാസൻ പ്രിയ റിനോ, നീതു, അവർ ഒരു കുഞ്ഞുമായിട്ട് ഖത്തർ ചർച്ചിൽ വന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ബഹ്റിലായിരുന്നപ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ കരഞ്ഞു. പക്ഷെ ഖത്തറിൽ വന്ന് കണ്ടപ്പോൾ എലോറ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുമായി, ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ആ കുഞ്ഞുമായി കടന്നു വന്നു. ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ കെസിയ, ജോൺസൺ, ജിജി, സ്തോത്രം, നീതു, റിനോ, ഇവരൊക്കെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. നമ്മുടെ തലമുറകൾ, എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാ കേട്ടോ. എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹമുണ്ട്. എങ്കിലും സ്തോത്രം, കർത്താവിൻ്റെ ദാസൻ പ്രിയ ഐസക് വന്നിട്ടുണ്ട്. കർത്താദാസനെ സഹായിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ മീറ്റിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രോത്സാഹനം, നല്ല വാക്കുകൾ പറയുന്ന ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവിടെ സ്തോത്രം, രാജു തോമസ് പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്ക് ഈ സാക്ഷ്യം ഒന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെ അനേകർ ഇവിടെ സാക്ഷ്യം പറയാനുണ്ട്. സ്തോത്രം. പക്ഷേ നമുക്ക് സമയമില്ലല്ലോ. തുടക്കത്തിൽ ഇങ്ങനൊരു ഒരു വചനം പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്തായിരുന്നു ഷാരോൻ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു, എനിക്ക് യെരുശലേമിലൊന്ന് പോകണം, അവിടെ ചെന്ന ശേഷം റോമയൊന്ന് കാണണം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രസംഗം അത്. പൗലോസിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. 19-ാം അധ്യായത്തിൽ പറയുന്നു, ഹൃദയത്തിൽ ആഗ്രഹിച്ചു, എനിക്ക് യെരുശലേമിൽ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ റോമയൊന്ന് കണ്ടാൽ മതി. പക്ഷെ ഇപ്പം ഇവിടെ വായിച്ചു കേട്ട എന്താ? കർത്താവ് വന്ന് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നീ ധൈര്യമായിരിക്കെ, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോം കാണുകയല്ല, നീ റോമയിലും എന്നെ, ഉറക്കെ പറയാമോ? നീ റോമയിലും എന്നെ സാക്ഷീകരിക്കും. അങ്ങനെ സാക്ഷീകരിക്കാൻ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. അങ്ങനെ സാക്ഷിയാക്കി ചിലരെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുക. വിശ്വാസത്തോടെ പറ, കർത്താവേ, അതിന് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കാണാനാ ആഗ്രഹിച്ചത്, അത് ഞങ്ങൾ പ്രാപിക്കാൻ പോകുക. ഞങ്ങൾ ആ രാജ്യത്ത് കാൽ ചവിട്ടും, ഞങ്ങൾ ആ ദേശത്ത് കടന്നു പോകും, ഞങ്ങളുടെ അത്ഭുതങ്ങൾ നടക്കും, ഞങ്ങളുടെ വീര്യപ്രവർത്തികൾ നടക്കും. കർത്താവ് തന്നെ നേരിട്ട് സംസാരിക്കുക. സ്തോത്രം. കർത്താവ് നേരിട്ടാ സംസാരിച്ചേ അല്ലേ? പൗലോസിൻ്റെ അടുക്കൽ ദൂതനല്ല സംസാരിച്ചേ, പ്രവാചകനല്ല സംസാരിച്ചേ, വെളിപ്പാട് ദർശനമല്ല കൊടുത്തേ. കർത്താവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, പൗലോസേ, നീ ധൈര്യമായിരിക്കെ. അധൈര്യപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നവരുടെ വിഷയം
എനിക്കറിയാം, എല്ലാവരുടെയും വിഷയം എനിക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ഇത് എൻ്റെ വിടുതലാ, ഇന്ന് എൻ്റെ വിടുതലാ. ധൈര്യമായിരിക്കുക, കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കും. നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ, നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ ആമേൻ. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ ഏത് വിഷയമായിക്കോട്ടെ സ്വർഗം ഇറങ്ങാൻ പോവുക. എൻ്റെ യേശുപ്പച്ചൻ ഇറങ്ങി വരും, എൻ്റെ കർത്താവ് ഇറങ്ങി വരും, എൻ്റെ കർത്താവ് ഇറങ്ങി വരും, നമുക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, ദൈവ സാന്നിധ്യം അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ദൈവിക വിടുതൽ വെളിപ്പെടും. ശാരീരിക വിടുതൽ, മാനസിക വിടുതൽ, ഭൗതിക വിടുതൽ, ആത്മീയ വിടുതൽ ശരീരത്തിന് പ്രാപിക്കട്ടെ. ശക്തിയോടെ, ശക്തിയോടെ, യേശുവിൻ്റെ നാമത്തെ ശക്തിയോടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആമേ സ്തോത്രം. നാളുകളായി എൻ്റെ തലമുറയുടെ ഭാവി എങ്ങും എത്തിയിട്ടില്ല. നാളുകളായി എൻ്റെ കുഞ്ഞിന് ചില ചോദ്യചിഹ്നമാ. നാളുകളായി എൻ്റെ തലമുറയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. നാളുകളായി എൻ്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചു വെച്ചു. ഇന്ന് ആരാധനയുടെ മധ്യത്തിൽ അത് പൊട്ടിമാറും. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ സ്തോത്രം. പല വിഭാഗത്തിൽപ്പെട്ടവരോട് വന്നിട്ടുണ്ടല്ലോ. ശ്രീലത വന്നിട്ടുണ്ട്, ഷെറീന വന്നിട്ടുണ്ട്, ഷൈനി വന്നിട്ടുണ്ട്, മറ്റു വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഈ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്തെന്നറിഞ്ഞ്, എൻ്റെ യേശുവിൻ്റെ സ്നേഹം ആഴമായി അനുഭവിച്ച് കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥനയോടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം, രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യവും 15ഉം 16ഉം വാക്യം വായിക്കാം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം 15, 16 വാക്യങ്ങൾ. ആ 15, 16. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാ. ആമേൻ. അവിടെ ആദ്യം വായിച്ചു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ. ഇതിൻ്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കയറുന്നില്ല. ഈ വചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഏതായിരുന്നു അവളുടെ പ്രവൃത്തി? ഏതായിരുന്നു? സ്തോത്രം. ആമേൻ. അവൾ ജനിച്ചതെവിടാ? മോബാബില. അന്യ ദൈവങ്ങളെ സേവിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ നല്ല യൗവനത്തിൽ അവൾ ആരായി മാറി? വിധവയായി മാറി. ഈ സംഭവങ്ങൾ അവളെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലാണോ? ആണോ?
ഈ തകർച്ച അവളെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലാണോ? അല്ല, പിന്നെ എവിടാ? ബോബസിന്റെ വീട്ടിലാ. ഇന്ന് പകൽ ചില കഷ്ടത വന്നത്, ചില തകർച്ച വന്നത്, ചില കടഭാരം വന്നത്, ചില വേദന വന്നത്, അത് ആത്മഹത്യ ചെയ്യാനല്ല. ഞങ്ങളുടെ അപ്പനുമായുള്ള ബന്ധത്തില് ഞങ്ങളെ ഒന്ന് ഉറപ്പിക്കാനാണ്. എത്ര പേര് പറയും യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ? ഇന്നലകൾ പറഞ്ഞു മരിച്ചാ മതി സിസ്റ്ററെ, എനിക്ക് മരിച്ചാ മതി. നോ, അല്ല മക്കളെ, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. പലരും പറഞ്ഞു എനിക്ക് ജീവിക്കണ്ട, മരിച്ചാ മതി. കർത്താവ് പറയുന്നു അല്ല, നീ യേശുവിന് വേണ്ടി ജീവിക്കണം, നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പ്രതിഫലവും നല്ല പറഞ്ഞ് പൂർണ്ണ പ്രതിഫലം, പൂർണ്ണ പ്രതിഫലം. സ്തോത്രം. എന്തുകൊണ്ട് പൂർണ്ണ പ്രതിഫലം കൊടുത്തു? സ്തോത്രം. 1-ാം അധ്യായത്തിലേക്ക് കയറുന്നില്ല, പക്ഷെ ഒറ്റ കാര്യം പറയാം. 1-ാം അധ്യായത്തിൽ 4 പേരുടെ തീരുമാനം കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ആരുടെ തീരുമാനമാ? എലീമേലെക്കിൻ്റെ. എലീമേലേക്ക് അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമില. എലീമേലേക്ക് തൻ്റെ ഭാര്യ നവോമി, 2 മക്കൾ മഹ്ലോൻ, കില്യോൻ സന്തോഷത്തോടെ ബേത്ലഹേമിൽ ജീവിച്ചു വരുമ്പോൾ പെട്ടെന്ന് ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പം എലീമേലേക്കും തൻ്റെ ഭാര്യയും മക്കളും എങ്ങോട്ട് പോയി? മോവാബിൽ ചെന്ന് കൃഷി ചെയ്ത് ധനവാനായി ജീവിക്കാമെന്ന് കരുതി. പക്ഷേ എലീമേലെക്കിൻ്റെ തീരുമാനം വിജയിച്ചോ? ഇല്ല, പരാജയപ്പെട്ടു. ഒറ്റ കാര്യം പറയാം, ഇതിനകത്ത് വന്നിരിക്കുന്ന 90% ആൾക്കാരും പാരമ്പര്യത്തിൽ നിൽക്കുക അല്ലേ, പുറത്ത് വരാൻ കഴിയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, ദൈവസന്ധി വന്നു കഴിഞ്ഞാൽ ക്ഷാമം വരാം, കഷ്ടത വരാം, നിന്ന വരാം, അപമാനം വരാം, പരിഹാസങ്ങൾ വരാം. എന്തൊക്കെ വന്നാലും പറയണം, ഞങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല, ഒരിക്കലും ഞങ്ങൾ പിന്മാറത്തില്ല. എത്ര പ്രതിസന്ധി വന്നാലും ഞങ്ങൾ പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ഞങ്ങൾ ജയിച്ചവന്റെ കൂടെയാ. ഹല്ലേലൂയ. ചിലരെന്നോട് പറയാറുണ്ട്, സിസ്റ്ററെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് അങ്ങ് നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിയവരത് പറയുമോ? ഇല്ല, പറയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ, കർത്താവ് തെറ്റുപറ്റിപ്പോയി. ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിയത് പാരമ്പര്യമല്ല, എക്സ്പീരിയൻസ് അല്ല, കഴിവല്ല. ക്രിസ്തുവിന് വേണ്ടി നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ആരോടുമില്ലാത്തൊരു സ്നേഹം എന്നോടും നിന്നോടുമുണ്ട്. വിശ്വാസത്തോടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ എലീമേലെക്കിൻ്റെ തീരുമാനം പരാജയപ്പെട്ടു. രണ്ടാമത്തെ തീരുമാനമാണ് നവോമിയുടെ തീരുമാനം. സ്വന്തം ഭർത്താവ്, നല്ല 2 മക്കൾ, 3 പേർ മോവാബിൽ വെച്ച് മരിച്ചു. 3 ഡെഡ് ബോഡി അവളുടെ കണ്ണിന് മുമ്പിൽ കൂടെ പോയി. തകർക്കപ്പെട്ടൊരു വിധവയായി മോവാബിൽ ജീവിക്കുമ്പോൾ അവളുടെ കാതിലൊരു വാർത്ത കേട്ടു. എന്താ കേട്ടെ? ബേത്ലഹേമിനെ സന്ദർശിച്ചു, ക്ഷാമം മാറി. അപ്പോൾ അവൾ തീരുമാനിച്ചു, എനിക്കെവിടേക്ക് പോകണം? ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകണം. ഞാനാണെങ്കിൽ എന്തു പറയും? സ്തോത്രം. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഇവിടെ വെച്ചല്ലേ മരിച്ചേ അല്ലേ? അവരെ അടക്കിയ കല്ലറ ഇതല്ലേ, കുടുംബക്കല്ലറ. ഈ കല്ലറ ഞാൻ വിടത്തില്ല, ഞാനും ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ? പക്ഷേ അവൾ പറഞ്ഞു, നവോമി പറഞ്ഞു, കല്ലറ വിഷയമല്ല, മരണം വിഷയമല്ല, ഒറ്റപ്പെട്ടത് വിഷയമല്ല, എനിക്ക് തിരിച്ച് ബേത്ലഹേമിലേക്ക് മടങ്ങി പോകണം. ഒറ്റ ഒരു അനുഭവം. ഞങ്ങൾ
അബുദാബിയിൽ മീറ്റിങ്ങിന് പോയി. ഞാനത് പറഞ്ഞാന്ന് തോന്നുന്നു. അബുദാബിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലേക്ക് വരുമ്പോൾ ഈ കൊട്ടാരക്കര ഇതിനടുത്ത് തൊട്ടടുത്തുള്ള ഒരു മകളാണ്, അവൾ ആ ചർച്ചിലാണ്. എന്നോട് പറഞ്ഞു, ആൻറ്റി എൻ്റെ വീട് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര അടുത്ത ഞങ്ങൾ കോട്ടപ്പുറം പള്ളിയിലാണ്. കോട്ടപ്പുറം പള്ളി അറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ് കോട്ടപ്പുറം പള്ളിയിലാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ നാട്ടിൽ ഞാൻ ഇനി വരുമ്പം ഞാനൊരു മീറ്റിംഗ് വെക്കും, ആൻറ്റി അങ്കിളിനെയും വിളിച്ചാൽ വരാവോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. അവൾ വന്നു, മീറ്റിംഗ് വെച്ചു, ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ ആ റൂമിലോട്ട് കയറുമ്പോൾ അവളുടെ മമ്മി ആ റൂമിനകത്തിരിക്കുക. ഞാൻ ചോദിച്ചു, ആൻറ്റി ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കളെ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇരുന്നാൽ നിങ്ങളുടെ കൂടെ അങ്ങ് ആയിപ്പോവും. നിങ്ങളുടെ കൂടെ ആയിപ്പോ. ഞാൻ ചോദിച്ചു, നല്ലതല്ലേ? അയ്യോ, കോട്ടപ്പുറം പള്ളിയിലാണ് ഞങ്ങളുടെ കുടുംബക്കല്ലറ, ഈ കല്ലറ ഞാൻ വിടത്തില്ല, ഈ കല്ലറ വിട്ടൊരു കളിയില്ല, അതുകൊണ്ട് കല്ലറ വിടത്തില്ലെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ കാലം തെളിയിച്ചു. കോവിഡ് എന്നുള്ള മഹാമാരി വന്നു. ആമേൻ, സ്തോത്രം. സ്വന്തം ഭർത്താവിൻ്റെ, സ്വന്തം ഭാര്യയുടെ, സ്വന്തം മക്കളുടെ ഡെഡ് ബോഡി പൊതിഞ്ഞു കെട്ടി ഉൾഗ്രാമങ്ങളിൽ ചുട്ടുകരിച്ചപ്പോൾ ആന്റി വിളിച്ചു പറഞ്ഞു, കല്ലറ എനിക്കൊരു വിഷയമല്ല, കല്ലറ എനിക്കൊരു വിഷയമല്ല, പള്ളി എനിക്കൊരു വിഷയമല്ല. ചൂടമല ചില വിടാണ്ടത് വിടാൻ തയ്യാറാകട്ടെ. ചൂടമല റിബരബ ശതുര ജീവ രഗസ്തുരാധന റിഗാലക യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ചിലത് വിടാൻ തയ്യാറാക്, ചില പാരമ്പര്യം വിടാൻ തയ്യാറാക്, ചില കല്ലറകൾ വിട. നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങ, ശക്തമായി ഏറ്റെടുക്കട്ടെ. ശക്തിയോടെ, ശക്തിയോടെ കല്ലറയുടെ പേര് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്നിപ്പോ തീരുമാനമെടുക്ക. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. നവോമിയുടെ തീരുമാനം വിജയിച്ചു, തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. 3ാമത്തെ തീരുമാനമാണ് ഓർപ്പയുടെ തീരുമാനം. അമ്മ പറഞ്ഞു, മോളെ നീ നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ ബേത്ലഹേമിൽ പോവാ. അവൾ ആദ്യം പറഞ്ഞു, ഞാനും അമ്മയുടെ കൂടെ. ചിലരുണ്ടല്ലോ വെറും പറച്ചില്ല, ചുമ്മാ പറയും, പക്ഷെ നടക്കത്തില്ല, വെറുതെ പറയും. അവൾ വെറുതെ പറഞ്ഞു, ഞാനും അമ്മയുടെ കൂടെ വരിക. പക്ഷെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുമ്മനും കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് അവളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് പോയി. പക്ഷേ അവളുടെ പേര് പിന്നെ കാണുന്നില്ല. അവളുടെ തീരുമാനം പരാജയപ്പെട്ടു. 4ാമത്തെ തീരുമാനമാണ് രൂത്തിന്റെ തീരുമാനം. രൂത്തിന്റെ തീരുമാനം. അവൾ പറഞ്ഞു, അമ്മ നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം. അമ്മ എത്ര പേർ പറയും നിന്റെ ദൈവം, നിന്റെ ദൈവം ശക്തമായി? എത്ര പേർ വിളിച്ചു പറയോ, അമ്മ നിന്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തില് ഇന്ന് തീരുമാനമെടുത്ത് മടങ്ങണോ. ഒരു വിടുതൽ മാത്രമല്ല, ഒരു അത്ഭുതം മാത്രമല്ല, യേശുവിന്റെ നാമത്തില് ഒരു സത്യസാക്ഷിയായി നീ പറഞ്ഞിറങ്ങിയവളാ, നീ പറഞ്ഞിറങ്ങിയതല്ലേ, നീ പറഞ്ഞല്ലേ ഇറങ്ങി.
സ്വോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താൻദാസൻ പാസ്റ്റർ മോഹൻസി, ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിൽ തന്നൊരു പ്രേരണയുണ്ട്. ഇതിനകത്തുള്ളവരെ ചിലരെ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി ശക്തമായി എഴുന്നേൽപ്പിക്കും. ദൈവനാമത്തിന് വേണ്ടി ശക്തമായി എഴുന്നേൽപ്പിക്കും. ഒരു കൂട്ടം ദൈവജനം എത്ര പേർ അതിന് റെഡിയാ? എത്ര പേർ റെഡിയാ? എത്ര പേർ അതിന് റെഡിയാ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ അവൾ പറഞ്ഞത്? അവൾക്ക് വേണമെങ്കിൽ അവളുടെ സഹോദരിയോടൊപ്പം കുടുംബത്തിലേക്ക് പൊയ്ക്കൂടായിരുന്നോ? അവളുടെ ഹൃദയത്തിനകത്ത് വിങ്ങിപ്പൊട്ടിയിരിക്കുക. എന്താ ആമേൻ. വായിക്കേണ്ട 1-ാം അധ്യായം 16-ാം വാക്യം, അതിൻ്റെ ലാസ്റ്റ് 18-ാം വാക്യത്തിൽ വായിക്കുന്നു, അമ്മ നിന്നോട് കൂടെ പോരുവാൻ ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഉറച്ച തീരുമാനമല്ലേ? അതെ. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് പറയണോ? എന്ത്? നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാൻ എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇത് പറയണോ? തീരുമാനം ഉറച്ചതായതുകൊണ്ട് ഒറ്റ വാക്ക് മതി, അമ്മ ഞാൻ നിന്റെ കൂടെ വരിക. പക്ഷേ അവളുടെ ഹൃദയത്തിനകത്ത് വിങ്ങിപ്പൊട്ടിയിരുന്നതാ. കാരണം ഇവൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവളുടെ വല്യപ്പച്ചൻ എടുക്കേണ്ട തീരുമാനമായിരുന്നു. ആര്? ലോത്ത്. അബ്രഹാമും ലോത്തും കൂടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ഇടയന്മാർ തമ്മിൽ ശണ്ടയിട്ടു. അബ്രഹാം പറഞ്ഞു നമുക്ക് തമ്മിൽ അങ്ങ് പിരിയാം. അപ്പൊ ലോത്ത് പറയണമായിരുന്നു നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങിയേ? അതെ. നീ എവിടെ പോകുന്നു? അവിടെ ഞാൻ വരും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ലോത്ത് പറയണമായിരുന്നു. ലോത്തിന്റെ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട്, താൻ നീരോട്ടമുള്ള ദേശത്തേക്ക് ഓടിപ്പോയത് കൊണ്ട്, തൻ്റെ സ്വന്തം പുത്രിയിൽ നിന്ന് ജനിച്ച മകനാണ് ആര്? മോവാബ്. ലോത്തിന്റെ സ്വന്തം പുത്രിയിൽ നിന്ന് ജനിച്ച മകനാ മോവാബ്. ഈ അമ്മ ഈ കുഞ്ഞിനെ എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു കാണും, മോനെ, നിന്റെ അപ്പൻ അല്ലെങ്കിൽ നിന്റെ വല്യപ്പൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് ശപിക്കപ്പെട്ട ഈ സന്തതി ജനിച്ചത്. അങ്ങനെയല്ലേ മോവാബ് എന്ന് പറഞ്ഞ പട്ടണം ഉടലെടുത്തു. നെഹമ്യാവ് 13:1 പറയുന്നു, മോവാബ്യർക്ക് ഒരു നാളും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. ആ പ്രവേശനമില്ലാത്ത പട്ടണത്തിനകത്താണ് ആര് ജനിച്ചത്? രൂത്ത് ജനിച്ചത്. ഒരു നാളും ദൈവസന്നിധി വരാൻ യോഗ്യതയില്ലാത്ത ആ പട്ടണത്തിൽ ജനിച്ചവൾ പറയുന്നു, അമ്മ നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് പകൽ നീ ജനിച്ചത് ശപിക്കപ്പെട്ട പട്ടണത്തിലാണോ? ശപിക്കപ്പെട്ട കുടുംബത്താണോ? ശപിക്കപ്പെട്ട ദേശത്താണോ? പക്ഷെ നിന്നിലൂടെ ഒരു ദൈവിക വിടുതൽ വിശ്വസിക്കുക മക്കളെ. സൗമ്യ, വിശ്വസിക്ക. ഇന്ന് പകൽ വിശ്വസിക്ക. നിന്നിലൂടെ പറ, എന്നിലൂടെ നിന്റെ കുടുംബം നോക്കണ്ട, കുടുംബശ്രദ്ധ നോക്കണ്ട, പാരമ്പര്യം നോക്കണ്ട, എന്നെ ശക്തിയോടെ പറ, ശക്തമായി പറ, യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ. എന്നോട് മോനെ ശക്തമായി
സ്തോത്രം. അവൾ തീരുമാനിച്ചു, അമ്മയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. ചുരുക്കി പറയാം, സ്തോത്രം, എത്ര സമയം പോയാലും നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം അല്ലേ. ഇവിടെ 1 മണിക്ക് 1:30 മീറ്റിംഗ് നിർത്തിയാലും ഇവിടെ നിന്ന് എല്ലാവരും പോകുമ്പോൾ 5 മണി 6 മണിയാകും, എനിക്കറിയാം. പക്ഷേ സ്തോത്രം, അവസാനം നമ്മൾക്ക് ആരാധിക്കണം. അതുകൊണ്ട് ഈ അമ്മയുടെ കൂടെ, അമ്മായിമ്മയുടെ കൂടെ ഇവൾ ചേർന്നിട്ട് എവിടെ വന്നു? ബേഥലഹേമിൽ വന്നു. പക്ഷേ അവിടെ വന്ന ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് വായിക്കണം. ഓരോ വചനത്തിനകത്തും ആഴമേറിയ വെളിപ്പാടാ അല്ലേ. അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ആ വയലിലോട്ടൊന്ന് പോകട്ടെ. അവക്കറിയാമോ വയലെന്താണോ, വയലിൽ ആരൊക്കെ ഉണ്ടെന്നോ ഒന്നും അവക്കറിയില്ല. പക്ഷെ അവക്കൊന്നറിയാം. എന്തറിയാം? അവൾ പറഞ്ഞ വാക്ക്, അമ്മ ഞാൻ ആ വയലിലോട്ട് പോകുക, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കാം. ആ വചനഭാഗങ്ങൾ നിങ്ങൾ പിന്നെ വായിക്കണം. അവൾ ചെന്ന് കൊയ്ത്തുകാരുടെ പിന്നാലെ നിന്നു. ഭാഗ്യവശാൽ അവൾ ഇറങ്ങിയത് ആരുടെ വയലിലാ? ബോബസിന്റെ വയലിൽ. എത്രോ വയൽ ആ ദേശത്തുണ്ട്, ഏതെല്ലാം രീതിയിലെ വയലുണ്ട്. പക്ഷെ ആ വയലിലൊന്നും അവളെ ഇറക്കിയില്ല. അവളുടെ ഭാഗ്യമാ ആ ബോബസിന്റെ വയലിൽ. ബോബസിന്റെ വയലിൽ അവൾ ഇറങ്ങി. എത്ര പേർ പറയും, അപ്പ ഞാൻ ഈ വയലിൽ വന്നത് എന്റെ ഭാഗ്യമാ? ഒന്ന് പറ മക്കള്, എന്റെ ഭാഗ്യമാ. ഞാൻ ഈ വയലിൽ വന്നത് എന്റെ ഭാഗ്യമാ. ആമ, എന്റെ സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യോ, എന്റെ കുടുംബക്കാർക്ക് ലഭിക്കാത്ത ഭാഗ്യോ, ഞാൻ ഭാഗ്യവശാൽ ഈ വയലിൽ വന്നു. വയലിൽ ആരൊക്കെയുണ്ട്? വയലിൽ ആരൊക്കെയുണ്ട്? കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബാല്യക്കാരത്തികളുണ്ട്, ഭൃത്യനുണ്ട്, ബോബസ് ഉണ്ട്. 5 പേരടങ്ങുന്ന ഒരു മിനിസ്ട്രിയാണ് വയൽ അല്ലേ. ഇവിടെ പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും കാണാതെ ബൈബിളൊക്കെ പൊതിഞ്ഞു പിടിച്ച് ഏറ്റവും പുറകിൽ വന്നിരുന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടിട്ട് ആരും കാണാതെ അത് കണ്ടിട്ട് പോകാൻ വന്ന നിന്നെ ഇതിൻ്റെ ഉടമയാക്കി മാറ്റാൻ പോവുക. ഇതിൻ്റെ ഉടമയാക്കി മാറ്റാൻ പോവുക. ആരും കാണാതായിരിക്കും നീ വന്നത്, ആരും അറിയാതെ വന്നത്. അമ്മ, ആരും കാണാതെ, സഹോദരങ്ങൾ കാണാതെ, അച്ഛന്മാർ കാണാതെ, പാസ്റ്റർമാർ കാണാതെ, വിശ്വാസികൾ കാണാതെ, അപ്പനമ്മ കാണാതെ ബൈബിള് പൊതിഞ്ഞു പിടിച്ച് ഈ ആലയത്തിൽ വന്നെങ്കിൽ കർത്താവ് പറയുന്നു, നാളുകളിൽ നീ ഇതിന്റെ ഉടമയായി മാറാൻ പോവാ. ഇതിന്റെ ഉടമയായി മാറാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ പറ, വിശ്വാസത്തോടെ പറ, വിശ്വാസത്തോടെ പറ, വിശ്വാസത്തോടെ പറ, ഇതിന്റെ ഉടമയാക്കാം. യേശുവിന്റെ നാമത്തെ ശക്തിയോടെ പറ, കർത്താവേ, ഞാൻ ഒരു സൗഖ്യത്തിന് വേണ്ടി വന്നിട്ട് പോകാനല്ല, എനിക്ക് കടഭാരം മാറാൻ വന്നിട്ട് പോകാനല്ല, എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ വന്നിട്ട് പോകാനല്ല. ആമ, എനിക്ക് ഇതിൻ്റെ ഉടമയാകണോ. എനിക്ക് ഈ ബോബസിന്റെ വയലിൽ വരണോ. എനിക്ക് അങ്ങക്ക് വേണ്ടി ഇറങ്ങണോ. അങ്ങയുടെ വയലിൽ എനിക്ക് നിൽക്കണോ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണോ. ആ സാന്നിധ്യം എനിക്ക് വേണോ. ശക്തമായി, ശക്തിയോടെ പറഞ്ഞ മക്കളെ, ശക്തമായി പറ, ശക്തമായി പറ.
ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരി. അപ്പാ, ഇന്ന് എൻ്റെ വിടുതല. ആമേ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഒറ്റ വ്യക്തികളല്ല നിന്നെ സൗഖ്യമാക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒറ്റ വ്യക്തികളല്ല നിന്നെ തൊടുന്നത്. എൻ്റെ യേശുപ്പച്ചൻ്റെ കരം തൊടുന്നുണ്ട്. എൻ്റെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കരയാൻ, ഒന്ന് ആരാധിക്കാൻ, ഒന്ന് സ്തോത്രം പറയാൻ ഈ ആലയത്തിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന് വാവിട്ട് കരയാമോ? ഒന്ന് പൊട്ടിക്കരയാമോ? യേശുവപ്പോ, എനിക്ക് ഷാരോൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാമേ കസേരകളൊക്കെ വെറുതെ കാലിയാട്ട് കിടക്കുമ്പോൾ വന്ന് നിന്ന് പാടും. ഒറ്റ കാര്യം പറയാം, അതിനു സമർപ്പണത്തോടെ ദൈവസന്നിധി പാടിയത് കൊണ്ടാ ഇന്ന് ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തിയത്. എനിക്ക് ആളൊരു വിഷയമല്ല, വ്യക്തി ഒരു വിഷയമല്ല, എൻ്റെ ചുറ്റുപാടൊരു വിഷയമല്ല, സമൂഹം ഒരു വിഷയമല്ല. ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ദൈവാത്മാ പറയുന്ന നാളുകളിൽ നമ്മെ, നമ്മുടെ തലമുറകളെ ആമേ കർത്താവിൽ പ്രസിദ്ധരാക്കുവാൻ എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ ഏറ്റെടുക്കുന്നു? ആമേ, വെറുതെ വന്ന് വിഷയത്തിന്റെ വിടുതൽ മാത്രമല്ല മക്കളെ, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ. Praise the Lord. Amen. അമ്മായിയമ്മയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്, അവക്ക് അമ്മായിയമ്മയോടും ഭയങ്കര സ്നേഹമാണ് അല്ലേ? അവൾ ചോദിച്ചപ്പോൾ ഉടനെ അമ്മായിയമ്മ വിട്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാ. കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബാല്യക്കാരുത്തികളുണ്ട്, ഫ്രിത്തിനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. പക്ഷെ അവൾ പറയുക, ഞാൻ ബാല്യക്കാരെ ആശ്രയിച്ചിറങ്ങട്ടെ, ഞാൻ കൊയ്ത്തുകാരെ ആശ്രയിച്ചിറങ്ങട്ടെ, അങ്ങനെ വല്ലതും ആണോ പറഞ്ഞേ? അല്ല. പിന്നെ എന്നോട് എത്ര പേരിന്ന് പകൽ പ്രാർത്ഥിച്ചിട്ടാ വന്നേ? കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണേ, എന്നോടൊന്ന് ഇടപെടണമേ, ആ പാട്ടിലൂടെ എന്നോടൊന്ന് ഇടപെടണമേ, ആ പ്രാർത്ഥനയിലൂടെ എനിക്കൊരു വിടുതൽ വേണമേ, ആ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. എത്ര പേര് പ്രാർത്ഥിച്ചിട്ടാ വന്നേ? എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കാൻ ഈ വയലിൽ വന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നീ വെറുതെ പോകത്തില്ല, ഇവിടെ നിന്ന് വെറുതെ പോകത്തില്ല, ഇവിടെ നിന്ന് വെറുതെ വിടത്തില്ല. അത് ആശ്രയിച്ചാ വന്നതെങ്കിൽ ഒരു നിറവോടെ, ദൈവശക്തിയോടെ, യേശുവിന്റെ നാമത്തില് അത് പ്രാപിച്ചെടുത്തുകൊണ്ട് ശക്തമായി ഏറ്റെടുക്കട്ടെ, ശക്തിയോടെ ഏറ്റെടുക്കട്ടെ. രഹസ്യ അത് പ്രാപിക്കാൻ പോവാ. ശക്തമായി പ്രാപിക്കട്ടെ, ശക്തമായി പ്രാപിച്ചെടുക്ക, ശക്തമായി പ്രാപിച്ചെടുക്ക, ദൈവശക്തി പ്രാപിച്ചെടുക്ക യേശുവിന്റെ നാമത്തില്. ആരും കാണാതെ പുറകിൽ ചെന്ന് നിന്നിട്ട് കൊയ്ത്തുകാരുടെ പിന്നാലെ നിൽക്കുന്നു. ഒന്ന് ഭാവനയിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബാല്യക്കാരും ബാല്യക്കാരുത്തികളും വൃത്തിനും ഇവരൊക്കെ, കൊയ്ത്തുകാരൊക്കെ ജോലി ചെയ്യുമ്പോൾ കൊയ്ത്തുകാരുടെ പിന്നാലെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? രണ്ട് കാരണമുണ്ട്, രണ്ട് കാരണം. ഒന്ന്, അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് പെട്ടാൽ അവർ ചോദിക്കും, നിന്റെ പേരെന്താ? രൂത്ത്. നീ എവിടുന്നാ വന്നേ? മോബാബിൽ നിന്ന്. അപ്പം എന്തു പറയും ഇവര്?
അയ്യോ മോവാബർക്ക് ഇവിടെ പ്രവേശനമില്ല അല്ലേ, കളിയാക്കും. 2, അവൾ പുറകിൽ നിന്ന് എന്തുകൊണ്ടാ, എല്ലാവരും കൊയ്ത് പോയി കഴിഞ്ഞ് അവിടെ കിടക്കുന്ന ആ കാല പറക്കിക്കൊണ്ട് പോകാം എന്ന് കരുതിയ വന്നേ. പക്ഷേ പുറകിൽ നിന്ന് തീരുമാനമെടുത്തിറങ്ങി വന്നവളെ ആമേ അവരാരും കണ്ടില്ലെങ്കിലും, പാട്ടുകാർ കണ്ടില്ല, പ്രസംഗിക്കുന്നവർ കണ്ടില്ല, ആരാധിക്കുന്നവർ കണ്ടില്ല, പക്ഷെ അവളെ കാണുന്ന നല്ലൊരു ബോബസ്, നല്ലൊരു ബോബസ്, നല്ലൊരു ബോബസ് ഓടി അവളുടെ അടുക്കൽ വന്നു, ഓടി അവളുടെ അടുക്കൽ വന്നു. നിന്നെ ആരും കണ്ടില്ലെങ്കിലോ, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, കൂടെ ആരാധിക്കുന്നവർ, കൂടെ ഉപസിച്ചവർ ആരും കണ്ടില്ലെങ്കിലോ, നിന്നെ കാണുന്ന നല്ലൊരു ബോബസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്തോത്രം. ആരെ കാണാതെ പുറകിൽ നിന്ന് ഓടി വന്ന് ബോബസ് പറയുക. 8-ാം വാക്യത്തിൽ വായിക്കണ്ട, ഓടി വന്നിട്ട് പറഞ്ഞു, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ. മതിയല്ലോ, മതി മതി, ഹൃദയം തകർന്ന് വന്നിരിക്കുന്ന നിന്നോടാ മതി മക്കളെ, ഇത്രയും മതി, ഇത്രയും മതി. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെയുള്ള ബാല്യക്കാരത്തിയോട് ചേർന്ന് കൊള്ളുക. പല വയലുകാരെ വിളിക്കും പോകരുത്, പല വയലുകാരെ വിളിക്കും പോകരുത്. ആമേ, ഇവിടെ നിനക്കൊരു ദൈവപ്രവർത്തി, ആമേ, ഭാഗ്യവശാൽ ബോബസിന്റെ വയലിൽ വന്നെങ്കിൽ ഇവിടെ ഒരു വലിയ നന്മയുണ്ട്. ശക്തമായി ഏറ്റെടു. ഈ വചനം നിന്നോട് പറ, ഈ വചനം നമ്മോട് ശക്തിയോടെ. യെസ് 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 യെസ്. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നെ രസമല്ലേ. ബോബസിന് ഇവളെ അറിയൂ? ഇല്ല. ഇവൾ ആദ്യമായിട്ടല്ലേ ഈ വയലിൽ വരുന്നേ? അതെ. പക്ഷേ ഇവളെക്കുറിച്ച് ബാല്യക്കാരോട് പറയാ, ഇവളെ തൊട്ടുപോരുത്, തൊട്ടുപോരുത്. എപ്പോഴാ കൽപ്പിച്ചേ? എൻ്റെ ചിന്തയിൽ ഞാൻ പറയാം, എൻ്റെ ചിന്തയിൽ അതേ പറയുന്നേ. മോബാബിൽ വെച്ച് ഇവളുടെ അമ്മയോട് ഇവള് പറഞ്ഞില്ലേ, അമ്മ നിന്റെ ദൈവമാ എൻ്റെ ദൈവം, അമ്മ നീ സേവിക്കുന്ന ദൈവമാ എൻ്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇവളെ തകർക്കാൻ ചില വ്യക്തികൾ എഴുന്നേൽക്കും. നിന്നെ തകർത്ത് കളയുവോ? ഇതുവരെ ഇല്ലാത്ത പ്രതികൂലം, ഇതുവരെ ഇല്ലാത്ത പ്രശ്നം. നീ എങ്ങനെ നടന്നാലും പ്രശ്നമില്ല.
ജീവിച്ചാലും ആരും ഒന്നും പറയത്തില്ല. ഒരു ബൈബിൾ എടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് വരുമ്പം വലിയ പ്രാർത്ഥനക്കാരിയാ, അവൾ എവിടാ പോന്നേ അല്ലേ? കളിയാക്ക്, പരിഹാസം, അപവാദം ഉണ്ട് മക്കളെ. പക്ഷെ നിന്നെ തൊടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മെ തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഏറ്റെടുത്തോ, ശക്തിയോടെ ഏറ്റെടുത്തോ. ശക്തമായി ഏറ്റെടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ആത്മശക്തി വ്യാപരിക്കുക, ദൈവസാന്നിധ്യം വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക, ദൈവസാന്നിധ്യം വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ശക്തമായി ഏറ്റെട്, ശക്തമായി ഏറ്റെട്. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ഇന്ന് നിന്റെ ദിവസം, ഇന്ന് നിന്റെ ദിവസം, ഇന്ന് നിന്റെ ദിവസം. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാ സന്തോഷം. മോവാബിൽ നിന്ന് വയലിൽ വന്നു. ഇപ്പം വയലിലെ കാര്യമാണ്. ഇനി കളവുണ്ട്, ഇനി ബോവസിൻ്റെ വീടുണ്ട് അല്ലേ? വയല്, കളം, ബോവസിൻ്റെ വീട്. ബോവസിൻ്റെ വീടെന്ന് വെച്ചാൽ നിത്യത. അവിടെ വരെ പോകാൻ സമയം കാണത്തില്ല. ചുരുക്കി പറയാം. സ്തോത്രം. ഈ ദൂത് അങ്ങോട്ട്, അല്ലെങ്കിൽ ബോബസ് വന്ന് ഈ ആലോചന അങ്ങോട്ട് ചെവിയിലോട്ട് കൊടുത്തപ്പം, കേട്ടോ മകളെ, വേറൊരു വയലിൽ പോകണ്ട, നിനക്ക് വേണ്ടുന്നല്ല ഇതിനകത്തുണ്ട്. ഇത് കേട്ടപ്പോൾ ദൂത് കേട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാതെ
അപ്പൻ്റെ കാൽക്കലൊന്ന് വീഴാവോ അല്ലേ? 10-ാം വാക്യത്തിൽ എന്താ പറയുന്നേ? ആ ചെന്ന സാഷ്ടാംഗം വീണു. വീണിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞാനൊരു അന്യദേശക്കാരി. എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ഞാൻ ഒരു അന്യദേശക്കാരിയല്ലേ, ഞാൻ ഒരു അന്യജാതിക്കാരിയല്ലേ അല്ലേ? എനിക്ക് ഇവിടെ ഒന്നും വരാൻ ഒരു യോഗ്യതയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. പക്ഷെ നിനക്ക് എന്നോട് ഇത്രയും ദയ എന്താ? ഒന്ന് പറ. എത്ര പേര് കാല പറക്കാൻ അവിടെ ഇറങ്ങി, എത്ര പേര് വന്ന് കാല പറക്കിക്കൊണ്ട് പോയി. അവളോട് കൂടെ എത്ര പേര് നിൽപ്പുണ്ടവിടെ. അവരുടെ ആരുടെ അടുക്കൽ എന്തുകൊണ്ട് പോയില്ല? അവരുടെ ആരുടെ അടുത്തിൽ എന്തുകൊണ്ട് പോയില്ല? ഇവളോട് മാത്രം വന്ന് പറഞ്ഞു, മക്കളെ. ശക്തമായി എന്നോട് തന്നെ കർത്താവ് പറയാ, എന്നോട് തന്നെ പറയാ, അപ്പാ. എന്നോട് ഇത്രയും ദയ തോന്നാൻ എന്താ? എന്തുകൊണ്ടാ? അവൾ എന്തോ പറഞ്ഞോണ്ടാ ഇറങ്ങിയേ? എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കാം. അങ്ങനെയെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല വന്നേ, പാസ്റ്റർമാർ വിളിച്ചത് കൊണ്ടല്ല വന്നേ, ഓ റീജ സിസ്റ്റർ എന്നെ വിളിച്ചില്ലയോ അതുകൊണ്ടാണ് ഞാൻ വന്നേ, അങ്ങനല്ല വന്നേ. പിന്നെ എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് വന്നെങ്കിൽ ദയ കാണിക്കുന്നവൻ നിന്നോട് പറയുന്നു, ഈ വയലിൽ നിനക്ക് വേണ്ടത് ഇവിടെ കരുതിയിട്ടുണ്ട്. വെറും കൈയോടെ പോകത്തില്ല, ശക്തിയോടെ എടുക്കാവോ യേശുവിന്റെ നാമത്തിൽ. ജീവന ഹസ്തി രബാലഗക്ഷ അടര രിഗന ഘടഘതുര ധനധര ഹസ്തേ ഖബല ഘടഗജുരി ധരന്തുര ധനശം ദുരി ഖബലെ അടന ധരാ ധരത്തിരീധന യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. യജമാനനെ, എന്നോട് ഇത്രയും ദയ തോന്നാൻ എന്താ? ഞാനൊരു അന്യദേശക്കാരിയല്ലേ, എന്നോട് മാത്രം ഇത്രയും ഇഷ്ടം എന്താ? ഒന്ന് പറ. ആർക്കും ഇല്ലാത്ത സ്നേഹമാ നിന്നോട്. ഞാൻ എപ്പോഴും പറയാം, യേശുപ്പ എന്നോട് ഇത്രയും സ്നേഹം എന്താ? ഒരു യോഗ്യതയില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു, അമ്മ ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്ദകൾ മാത്രം അനുഭവിച്ച്, പക്ഷെ കർത്താവ് പറയും, മക്കളെ ആരോടുമില്ലാത്തൊരു സ്നേഹമാണ്. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ അങ്ങ്. ഓ, ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്
അങ്ങക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? അവൾ ചോദിച്ചു, യജമാനനെ, എന്നോട് ഇത്രയും ദയ തോന്നാൻ എന്താ? യജമാനൻ പറയാ, നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്തതും നിന്റെ അപ്പനെ അമ്മയെയും വിട്ടതും നീ ഇവരെ എൻ്റെ അടുത്ത് വന്നതും എനിക്കറിയാം. നീ വിട്ടത്, നീ വന്നത്, നീ ചെയ്തത്. മക്കളെ, നാത്തൂമാർക്കും അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും മരുമക്കൾക്കും ഒക്കെ ചെയ്തത് അവരൊക്കെ മറക്കും. പക്ഷെ കർത്താവ് മറക്കത്തില്ല. ആരൊക്കെ മറന്നാലും എൻ്റെ അമ്മായിയപ്പൻ ഇവിടെ ഉണ്ട്. എൻ്റെ അപ്പച്ചനെ എല്ലാവർക്കും അറിയാമല്ലോ. അമ്മായിപ്പൻ സ്വത്രം ഭയങ്കര സ്നേഹമാ. എൻ്റെ അമ്മായിമ്മ ഞങ്ങൾ തമ്മിൽ സ്വന്തം ഒരു കൂട്ടുകാരെ പോലെ ജീവിച്ചേ. അതുപോലെ എനിക്കൊരു മരുമകളെയും തന്നു എൻ്റെ അമ്മച്ചി. എൻ്റെ അച്ഛൻ്റെ അമ്മച്ചി അവസാനം വരെ ഞാനാ നോക്കിയേ. ഒരു പുറൂറുപ്പില്ലാത്ത സന്തോഷത്തോടെ നോക്കി. അതുകൊണ്ട് കർത്താവിനെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഒറ്റ കാര്യം പറയാം, ഭവനത്തിനകത്ത് നമ്മൾ വന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പോകുന്നു. പക്ഷെ ഒറ്റ കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. തിരിച്ച് സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞ ആരെ സ്നേഹിക്കരുത്. നീ ചെയ്തത്, നീ കൊടുത്തത്, നീ കരുതിയത്, പറഞ്ഞ കേട്ടില്ലേ, അഭിഷക്തന്മാരെ സൽക്കരിച്ചത്, ദൈവദാസന്മാർക്ക് കൊടുത്തത്, അവര് കഴിച്ച് അവർ മറന്നുപോകും. പക്ഷെ കർത്താവ് മറക്കത്തില്ല. അതിന് പ്രതിഫലം ഉണ്ടെന്ന്, അതിന് മറുപടി ഉണ്ടെന്ന് ശക്തമായി ഏറ്റെടുക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. എനിക്കിങ്ങനെ വിശദീകരിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ സമയം നിൽക്കത്തില്ല. നീ നിന്റെ അപ്പനെയും അമ്മയും പാരമ്പര്യത്തെ വിട്ടത് എല്ലാം എറിഞ്ഞു കളഞ്ഞു. മോബാബൊന്നും എനിക്കിനി വേണ്ട, അന്യ ദൈവങ്ങളെ എനിക്ക് വേണ്ട. ആമേ, ഇവക്ക് എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണോ അമ്മായിമ്മയുടെ കൂടെ ഇറങ്ങി വന്നേ? അമ്മായിമ്മ വിധവയല്ലേ, ഒന്നും ഇല്ലാത്തവളല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇറങ്ങി വന്നു? ആമേ, കടം മാറ്റാന്ന് പറഞ്ഞാന്നോ? അല്ല. വീട് തരാന്നും പറഞ്ഞാന്നോ? അല്ല. ഒന്നും അല്ല മക്കളെ. നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അമ്മായിമ്മയുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശക്തമായി ചില പാരമ്പര്യം വിടാൻ തയ്യാറാകും. ചില പാരമ്പര്യം വിട. നീ വിട്ടിറങ്ങിയോ യേശുവിന്റെ നാമത്തിൽ. സഹോദരം, രഹനയുണ്ടല്ലോ, എല്ലാം വിട്ടല്ലേ ഇറങ്ങിയേ? എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണോ ഇറങ്ങിയേ? ഇല്ല. വന്നു രഹന, ഷഹന, ഇവരൊക്കെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയല്ലേ. എന്നാ സന്തോഷമല്ലേ സഹോദരം. ഞായറാഴ്ച ദിവസം വേറെ ആരാധനയ്ക്ക് പോകുന്നവരല്ലാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരൊക്കെ ഉണ്ട്, കടന്നു വരണം മക്കളെ. എപ്പോഴും ഞാൻ പറഞ്ഞോണം, ഒത്തിരി പേര് സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു. നാളെ ആകട്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഞാൻ എപ്പോഴും പറയും, നാളെ എൻ്റെ ദിവസമല്ല, നാളത്തെ ദിവസമെന്ന് ചിന്തിക്കരുത്. ഇന്ന് എന്തെങ്കിലും കർത്താവിന് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായിക്കോ. ഇന്ന് എൻ്റെ ദിവസം, എൻ്റെ വിടുതൽ ദിവസം. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാ, ദൈവത്തിന് വേണ്ടി ഇറങ്ങുവാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ആരൊക്കെ തയ്യാറാകും? നോക്കിക്കേ, ഇവൾ പറഞ്ഞു, ആമേ സ്തോത്രം, എന്നോട് ഇത്രയും സ്നേഹം എന്താ? നീ ചെയ്തതുകൊണ്ട്, നീ വിട്ടതുകൊണ്ട്, നീ ഈ വയലിൽ വന്നതുകൊണ്ട്. അപ്പോഴാണ് ബോവസ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരും. അത് കഴിഞ്ഞ അടുത്ത വാക്യം എന്താ വായിച്ചേ? അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ
അവൾ അങ്ങോട്ട് എഴുന്നേറ്റു. എല്ലാവരും കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക. കറ്റ കെട്ടി എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കൊയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ കറ്റയൊക്കെ കെട്ടിക്കൊയ്ത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ അമ്മക്കുട്ടി ആൻറ്റി, സ്വത്രം ആൻറ്റിയൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾ വയലിൽ പോയി നെല്ല് കൊയ്ത് തലയെ ചുമ്മി കൊണ്ടുവന്നിടും, കറ്റ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വായിച്ച് എന്തെന്നറിയാവോ? അവൾ പിറക്കാൻ എഴുന്നേറ്റപ്പം ബോബസ് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ. ഭയങ്കര ഇഷ്ടം എനിക്കത്. നോക്കിക്കേ, അവൾ കറ്റകളുടെ ഇടയിൽ കൂടെ. അങ്ങനൊന്നും ആരും വിടത്തില്ല. കറ്റയെല്ലാം കെട്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടെ കിടക്കുന്ന നെൽമണി പറക്കിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ അതാണ് പറഞ്ഞ അവളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹമാണ്. ഞാൻ പറയാം, എന്നോട് എൻ്റെ യേശുപ്പച്ചന് ഒത്തിരി സ്നേഹമാണ്, എന്നോട് എൻ്റെ കർത്താവിന് ഒത്തിരി സ്നേഹമാണ്. അവൾ പെറുക്കാൻ എഴുന്നേറ്റപ്പം ബോബസ് പറഞ്ഞു അവൾ ആ കറ്റകളുടെ ഇടയിൽ കൂടെ നടക്കട്ടെ. അവൾക്കായിട്ട് ആ കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ചില കെട്ടി വെച്ചിരിക്കുന്ന കറ്റക്കകത്തു നിന്ന് നിനക്ക് വേണ്ടി വലിച്ചിടാൻ പോവാ, നമുക്ക് വേണ്ടി വലിച്ചിടാൻ പോവാ. ചില കെട്ടി വെച്ചിരിക്കുന്ന കറ്റ, ചില കെട്ടി വെച്ചിരിക്കുന്ന നന്മ, ചില കെട്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷ, ചില കെട്ടി വെച്ചിരിക്കുന്ന തലമുറ വലിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ചില കെട്ടി വെച്ചിരിക്കുന്ന നന്മകൾ വലിച്ചിട. ശക്തമായി എത്രമാർ ഏറ്റെടുക്കുന്നു, എത്രമാർ ഏറ്റെടുക്കുന്നു, എത്രമാർ ഏറ്റെടുക്കുന്നു? ശക്തമായി നിന്നെ എവിടാ നിന്റെ നന്മ എവിടെ കെട്ടിവെച്ചോ? കർത്താവ് പറയുന്നു വലിച്ചിടാൻ പോവുക, വലിച്ചിട്ട് തരാൻ പോവുക. ആമേ വലിച്ചിട്ട് തരാൻ പോവുക, വലിച്ചിട്ട് തരാൻ പോവുക. ആമേ റബസി അടല റിഗസേ ദിരഗ ശംദുരേ ദിബാ ലഗച്ഛസി. ഓ റാ ബാബാ झूठा बाबा बाबा शेख बलगडगा रेख बलगरगडगा दुरबलबरब शंदुरी അഠരറികനകടക ദുരബാലഭക്ഷസി. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി 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 ഏറ്റെടുക്കട്ടെ, ശക്തിയോടെ ഏറ്റെടുക്കട്ടെ. ആമേ ശക്തമായി. ആമേ എത്ര പേർ ഏറ്റെടുത്തു? നിന്റെ തലമുറയെ രാജ്യത്തിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ കെട്ടി വെച്ചുകളെ കെട്ടുകളെ ആമേ കർത്താവിന്ന് വലിച്ചിടാൻ പോവുക, വലിച്ചിടാൻ പോവുക, വലിച്ചിട്ട് തരാൻ പോവുക. ശക്തമായി ഏറ്റെടുക്ക. ജോലിയെ കെട്ടിവെച്ചോ, തലമുറയെ കെട്ടിവെച്ചോ, എൻ്റെ കർത്താവ് വലിച്ചിടട്ടെ. ശക്തമായി ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തമായി. യേശുവിന്റെ നാമത്തിൽ രേഖബല ശംദുരേ അടന റിഗച്ഛേ ദുടബല വരവ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഈ ആരാധനാ ഹാളിൽ ഇറങ്ങി വരിക. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പറ യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അനാഥർക്കും വിധവമാർക്കും പരദേശികൾക്കും വേണ്ടി മാത്രം
ഈ വയലിൻ്റെ ചുറ്റോട് ചുറ്റും നെൽക്കതിരിടും. എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞ് അവർക്കത് പറക്കിക്കൊണ്ട് പോകാം. പക്ഷേ ആരോടുമില്ലാത്ത സ്നേഹം, യഹൂദന്മാരിട്ട നിയമം ബോബസിന് വിഷയമല്ല. ബോബസിന് വിഷയമല്ല. ലോകമിട്ട നിയമം പറ എനിക്ക് വിഷയമല്ല. എൻ്റെ അപ്പൻ പറഞ്ഞാൽ, എൻ്റെ കർത്താവ് പറഞ്ഞാൽ, ചില നിയമത്തെ മാറ്റി എഴുതി, ചില രാജ്യത്തിൻ്റെ നിയമത്തെ മാറ്റി എഴുതി, ചില രാജ്യത്തിൻ്റെ നിയമം മാറ്റി എഴുതി, ചില അധികാരികളുടെ നിയമം മാറ്റി എഴുതി അവൻ നിനക്ക് വേണ്ടി വലിച്ചിട്ട് തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ. ശക്തമായി ഏറ്റെടുക്കട്ടെ, ശക്തമായി ഏറ്റെടുക്കും മക്കള്. ആരൊക്കെ നിയമമിട്ടാട്ടെ, ആരൊക്കെ നിയമമിടട്ടെ, നമുക്ക് വിഷയമല്ല. ശക്തമായി ശക്തിയോടെ എഴുന്നേറ്റ് ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം. വാ തുറക്കാൻ പറ്റുന്നവർക്ക് പറക്കാം. ശക്തമായി നിൽക്കേണ്ടവർക്ക് നിൽക്കാം. ശക്തിയോടെ ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് തളം കെട്ടി നിൽക്കുക. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. നീ പിറക്കാൻ വന്നതാ, പക്ഷെ നീ കൈ നിറയെ കൊണ്ടുപോകൂ. നീ കൈ നിറയെ കൊണ്ടുപോകൂ. ശക്തമായി ഏറ്റെടുക്ക. ശക്തമായി വിട്ടുകൊടു. ചിലത് വലിച്ചിടാൻ പോവോ, നിനക്കായിട്ട് വലിച്ചിടാൻ പോവോ. ചില രാജ്യങ്ങളിലേക്ക് നിനക്ക് വേണ്ടി വലിച്ചിടാൻ പോവോ. ശക്തമായി ഏറ്റെടുത്ത് ആരാധിച്ചോ. ശക്തിയോടെ യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി വലിച്ചിട്ട് തരും. യഹൂദന്മാരിട്ട അതിരുകളെ പൊട്ടിച്ചുകൊണ്ട്, ലോകമിട്ട അതിരുകളെ പൊട്ടിച്ചുകൊണ്ട്, അധികാരികൾ വെച്ച അതിരുകളെ പൊട്ടിച്ചുകൊണ്ട്, അവ ഉന്നതന്മാരിട്ട അതിരുകളെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവോ. ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവോ. ശക്തമായി ഏറ്റെടു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്നെ കൊണ്ട് തൊടാൻ